So let's see the next problem in the analysis using three-moment equation. Analyze the continuous beam ABCD shown in figure if support C sinks by 5 mm. Given the values of E and I. So this is a beam having 4 supports. So all the moment of inertia values are different for different spans. And also there is a support settlement. The support C sinks by 5 mm. So as usual we have to draw the free moment diagrams for each span. So for span AB, for all the spans there are only single point loads acting on the span. So for each span we can draw the free moment diagram as triangular shaped free moment diagrams. So here for the span AB it is WAB by L. The maximum ordinate under the load is WAB by L. So W is 30, A is 4 meter and B is 2 meter, L is 6 meter. So WAB by L is 40. So that is the maximum ordinate under this load. And for the next span BC, as the point load is acting at the mid span, the maximum ordinate under the load will be WL by 4. So W is 60, L is 6. So W 60 into 6 by 4, 90 is the maximum ordinate at the mid span. And for the third span CD, again the point load is acting at the mid span. So again the maximum ordinate under the load is WL by 4. W is 40, L is 3 meter. So 40 into 3 by 4, 30 is the ordinate at the mid span. And also we can easily calculate the areas because all are triangles. So half BH. So for the first triangle it is half into 6 into 40. For the second triangle it is half into 6 into 90. For the third triangle it is half into 3 into 30. So what else we require? We require the centroidal distances of the spans of the areas of free moment diagrams. For the spans BC and CD, we know that symmetric ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മിഡ് സ്പാനിലായിരിക്കും സെൻട്രോയിഡ് വരിക. അപ്പം ഫോർ ഏത് സപ്പോർട്ട്സ് ഫ്രം ഏത് സപ്പോർട്ട് നിന്ന് ആയിക്കഴിഞ്ഞാലും മിഡ് സ്പാനിലേക്കുള്ള അതിൻ്റെ ഹാഫ് ദ സ്പാനാണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരിക ഇൻ ദ കേസ് ഓഫ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാംസ് ഫോർ ദ സ്പാൻസ് ബി സി ആൻഡ് സി ഡി. അതുപോലെ നമ്മുടെ ഫസ്റ്റ് സ്പാൻ എ ബി എന്ന് പറയുന്ന സ്പാനിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ആയിട്ടുള്ള ട്രയാങ്കിളുടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരിക? അപ്പം ഇതുപോലെയുള്ള ട്രയാങ്കിൾസിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എ എന്നുള്ള സപ്പോർട്ട് നിന്നാണെങ്കിൽ എൽ പ്ലസ് എ ബൈ ഡിസ്റ്റൻസ് എൽ പ്ലസ് എ ബൈ 3 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എൽ ഇസ് 6 മീറ്റർ ആൻഡ് എ ഇസ് 4 മീറ്റർ. സോ 6 പ്ലസ് 4 ബൈ 3 10 ബൈ 3 3.33 മീറ്റർ ആണ് ഫ്രം സപ്പോർട്ട് എ. ദ ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം സപ്പോർട്ട് എ നമുക്ക് ആവശ്യമുള്ള സാധനം. സോ ഇറ്റ് ഇസ് 3.33 മീറ്റർ. അഗെയിൻ ഇതൊരു കറക്ഷനാണ്, ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. പക്ഷേ ടെക്സ്റ്റിൽ നിന്ന് അവർ എടുത്തിട്ടുള്ളത് ബി എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യുമ്പം നമ്മൾ സപ്പോർട്ട് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? സപ്പോർട്ട് എ എന്നാണ് നമ്മൾ സി ജിൻ്റെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കറിയാലോ. ഓക്കെ, നൗ all the required values are we have already calculated all the required values. Now we can substitute these values in the three moment equation for the span AB and BC. അപ്പോൾ AB BC എന്ന് പറയുന്ന സ്പാനിന് വേണ്ട ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ ആദ്യമായിട്ട് എഴുതുക. ഫുള്ളായിട്ട് എഴുതിയ ശേഷം നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഹെച്ച് സി വാല്യൂ ആണ്. ഹെച്ച് സി എന്ന് പറയുന്നത് സപ്പോർട്ട് സി ഇസ് 5 mm ബിലോ ദ മിഡ് സപ്പോർട്ട് ബി. നമ്മുടെ മിഡ് സപ്പോർട്ട് ബീനെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സപ്പോർട്ട് സി എന്ന് പറയുന്നത് 5 mm ബിലോ ആണ്. സോ ഹെച്ച് സി ഈസ് ഈക്വൽ ടു -5 mm. നമ്മൾ യൂണിറ്റ് യൂണിഫോം ആക്കുക. സോ -0.005 മീറ്റർ. ദാറ്റ് ഇസ് എ വാല്യൂ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ. അപ്പം നമ്മുടെ
എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഐ വാല്യൂ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം also MA, we know that in this question A is the only end support, B and C are intermediate supports, D is also an end support. നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ MA is equal to 0 as it is an end support. So എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MA value equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Finally what we are getting is an equation with two unknowns M, B and MC. ആ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനലി കിട്ടുക. അതവിടെ നിൽക്കട്ടെ, ഈ ഒരു ഇക്വേഷൻ ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഫോർ ദ സ്പാൻ BC and CD we have to apply the three moment equation. Okay, so for the span BC and CD നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ ഫുള്ളായിട്ട് നിങ്ങൾ എഴുതുക, എന്നിട്ട് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മുടെ പ്രശ്നം ഈ ഒരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ, സ്പാൻ BC and CD എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് C ആണ് മിഡ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പം പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സപ്പോർട്ട് C ഇസ് 5 mm ബിലോ ദ സപ്പോർട്ട് B. നമ്മളിപ്പം നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് സ്പാൻ BC and CD-ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ സെപ്പറേറ്റ്ലി ഈ ഒരു പോർഷൻ നമ്മൾ മറന്ന പോലെയാണ്. ഈ ഒരു ത്രീ മൊമെന്റ് ഇക്വേഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്പാൻ ഉള്ളതായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ ഇവിടെ സപ്പോർട്ട് C ആണ് നമ്മുടെ മിഡ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പം വേറൊരു പ്രോബ്ലം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സപ്പോർട്ട് C സിങ്സ് ബൈ 5 mm. അപ്പോൾ നമ്മുടെ ബിനെയും ഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ 5 mm താഴെയാണ് നമ്മുടെ സപ്പോർട്ട് C കിടക്കുന്നത്. പക്ഷെ എപ്പോഴും ത്രീ മൊമെന്റ് ഇക്വേഷനിൽ നമ്മുടെ റെഫറൻസ് ആയിട്ട് നമ്മൾ പറയുക സപ്പോർട്ട് മിഡ് സപ്പോർട്ടിനെയാണ്. അപ്പോൾ ഇവിടെ C ആണ് നമ്മുടെ റെഫറൻസ് ലെവൽ. അപ്പം ബിയും ഡിയും ഇവിടെ സീനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ആണ്. അതായത് when compared with the mid support C, B and D are above the mid support C by 5 mm. അപ്പോൾ നമ്മളിവിടെ HB and HD equal to 5 mm ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Do you understand? ഇവിടെ നമ്മുടെ റെഫറൻസ് ത്രീ മൊമെന്റ് ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും മിഡ് സപ്പോർട്ടിനെ കൺസിഡർ ചെയ്യുമ്പം ബാക്കിയുള്ള സപ്പോർട്ട്സ് എങ്ങനെയാണ് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഓൾറെഡി നമ്മുടെ C എന്ന് പറയുന്നത് 5 mm ബിലോ ആണ്. അപ്പം നമുക്ക് വേറൊരു രീതിയിൽ അത് പറയുവാണെങ്കിൽ സപ്പോർട്ട് ബിയും സപ്പോർട്ട് ഡിയും 5 mm എബവ് ആണ് സപ്പോർട്ട് സീനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ത്രീ മൊമെന്റ് ഇക്വേഷനിൽ നമ്മൾ HB and HD is equal to 0.005 mm എന്നെടുക്കണം. പോസിറ്റീവ് ആണ്, ബിക്കോസ് സീനെ കമ്പയർ ചെയ്യുമ്പം ബിയും ഡിയും എബവ് ആണ്. So do this part very carefully. Substitute the values of HB and HD as 0.005. പോസിറ്റീവ് ആണ്, ബിക്കോസ് ഈ രണ്ട് സപ്പോർട്ട്സും ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് സീനെ മിഡ് സപ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പം 5 mm എബവ് ആണ്. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മുടെ MD is equal to 0. We know that MD is the end support. MBയും MCയും intermediate supports ആണ്. So MD is equal to 0. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ all the required values നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം once again we are getting an equation with two unknowns MB and MC. So two unknowns, two equations. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് here we are getting the values of MC and MB. And using all these moment values we can draw the bending moment diagram. അപ്പോൾ നമ്മൾ
ത്രീ മൊമെന്റ് ഇക്വേഷൻ ആദ്യത്തെ 3 സപ്പോർട്ട്സിന് അപ്ലൈ ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ 3 സപ്പോർട്ട്സിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് രണ്ട് ഇക്വേഷനും 2 അൺനോൺസ് ഉണ്ടായിരുന്നു. അപ്പം ഈ 2 അൺനോൺസ് ഉള്ള 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് മൊമെന്റ് വാല്യൂസ് കിട്ടി. അങ്ങനെ നമുക്ക് എല്ലാ സപ്പോർട്ടിലുള്ള മൊമെന്റ് വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ക്ലബ് ചെയ്ത് ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഇപ്പോൾ കിട്ടിയ മൊമെന്റ് വാല്യൂസും ക്ലബ് ചെയ്ത് നമ്മൾ അതിൻ്റെ actual bending moment diagram വരക്കുക. Okay, so that is about this problem. This is a very important problem.